കേരള തീരത്തെ കപ്പൽ അപകടങ്ങളിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി. അർജുൻ ശ്രീധരാണ് അമിക്കസ് ക്യൂറി. കപ്പൽ അപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട ടി.എൻ. പ്രതാപൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. മുജ്തബ, ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ നടപടികളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അമിക്കസ് ക്യൂറിയെ വരെ നിയോഗിച്ചിരിക്കുന്നു. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിശോധിച്ച സമയത്ത് തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് മത്സ്യസമ്പത്ത് ഉൾപ്പെടെ പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, അതിനൊരു കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി കർശനമായി നിർദ്ദേശം നൽകി. അലംഭാവം ഉണ്ടായാൽ ഭാവിയിലും ഇതൊക്കെ കീഴ്വഴങ്ങുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. മാത്രമല്ല, രാജ്യാന്തര കരാറുകൾ, നിയമങ്ങൾ ഇതൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് മറ്റ് ലൂപ്പ് ഹോളുകൾക്ക് സാധ്യതയില്ലാത്ത വിധം ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിശോധിക്കണം, നടപടിയെടുക്കണമെന്നതുൾപ്പെടെയാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, ഈ നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന BNS പ്രകാരമുള്ള ക്രിമിനൽ കേസുണ്ട്. അതിന് പുറമെ തന്നെ മറ്റ് സിവിൽ സ്യൂട്ടുകൾ, വേറെ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും, NIAക്ക് അന്വേഷണ സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെ വിശദമായി പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും ആ വിഷയത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. അതിന്റെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് അഡ്വക്കേറ്റ് അർജുൻ ശ്രീധരനെ അമിക്കസ് ക്യൂറിയായി കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോടതിയെ കൂടി സഹായിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചൊരു പൊതു താൽപര്യ ഹർജിയാണ്, ആ വിഷയത്തിൽ കോടതിയെ കൂടി സഹായിക്കാൻ വേണ്ടിയാണ് അഡ്വക്കേറ്റ് അർജുൻ ശ്രീധരൻ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ടി.എൻ. പ്രതാപൻ നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിന്റെ ഓരോ ഭാഗവും കൃത്യമായി തന്നെ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി ഗൗരവമായി കോടതി ഈ വിഷയം കാണുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് അലംഭാവങ്ങൾ ഉണ്ടാകരുത്. മാത്രമല്ല, കൊച്ചി പുറംകടലിൽ ഉണ്ടായ അപകടത്തിന് ശേഷം ബേപ്പൂർ പുറംകടലിൽ കൂടി സമാനമായ രൂപത്തിൽ അപകടമുണ്ടാവുകയും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് വളരെ കാര്യമായ പ്രശ്നമുണ്ടാവുകയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഒരു മുന്നറിയിപ്പായി കാണുമെന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി കോടതി നിയോഗിക്കുന്നത്. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.